പൂജപ്പുര SI സുധീറിന് കുത്തേറ്റ സംഭവത്തിൽ പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. ഗുണ്ടാ നേതാവ് ശ്രീജിത്ത് ഉണ്ണി ഒളിവിലെന്ന് സൂചന. ഈ മാസം 27-ാം തീയതി രാത്രിയിലാണ് SIക്ക് കുത്തേറ്റത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, എന്തുകൊണ്ടാണ് ഈ പ്രതിയെ ഇപ്പോഴും പോലീസിന് പിടികൂടാൻ കഴിയാത്തത്? പൂജപ്പുര SI സുധീറിന് കുത്തേറ്റ സംഭവത്തിൽ പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. ഗുണ്ടാ നേതാവ് ശ്രീജിത്ത് ഉണ്ണി ഒളിവിൽ എന്നാണ് സൂചന. ഈ മാസം 27-ാം തീയതി രാത്രിയിലാണ് SIക്ക് കുത്തേറ്റത്. പ്രശാന്ത്, എന്തുകൊണ്ടാണ് പോലീസിന് ഈ ഗുണ്ടാ നേതാവിനെ പിടികൂടാൻ കഴിയാത്തത്? എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായി പറയുന്നത്. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് SIക്ക് കുത്തേറ്റ സംഭവത്തിലാണ് ഇത്തരത്തിൽ പ്രതിയെ പിടികൂടാനാവാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഈ ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടുണ്ടാക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഒരു നിരവധി കാപ്പ കേസുകൾ, 28-ലധികം കേസുകൾ, നിരവധി കാപ്പ കേസുകൾ അടക്കമുള്ള ഒരു പ്രതിയെ പോലീസിന്റെ ഒരു SIയെ, പൂജപ്പുര സ്റ്റേഷനിലെ SI സുധീഷ് കുമാറിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കുത്തിപ്പരിക്കേൽപ്പിച്ച് ശേഷം കടന്നു കളഞ്ഞ പ്രതിയെ പിടികൂടാൻ ഇതുവരെ പോലീസിനായിട്ടില്ല. പല കേസുകളിൽ പ്രതിയാണ്. ആ പ്രതി ഒരു ഗുണ്ടാ നേതാവ് കൂടിയാണെന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽപ്പെട്ട ഒരാളെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ വിമർശനങ്ങൾക്കും ഇടയാക്കുന്നത്. അതായത് ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പോലീസ് സ്റ്റേഷൻ, പൂജപ്പുര പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. എന്നിരിക്കെയാണ് ഇത്തരത്തിൽ പോലീസിന്റെ തന്നെ അനാസ്ഥ. പോലീസിന്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ ഇത് അന്വേഷണം നടക്കുന്നുണ്ട് എന്നതല്ലാതെ, അല്ലെങ്കിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്, പ്രതി ഒളിവിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒളിവിൽ പോയ പ്രതിക്കായി തെരച്ചിൽ നടക്കുന്നുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും അതിൽ കൃത്യമായ രീതിയിൽ, കാര്യക്ഷമമായ രീതിയിൽ അന്വേഷണം കടക്കാത്തതാണ് ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥരെ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെപ്പോലും പിടികൂടാനാവാത്ത സാഹചര്യം എന്ന് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇത് നിലവിൽ ഈ പ്രതിക്കായുള്ള തിരച്ചിൽ നടക്കുന്നു എന്നാണ് പോലീസും പറയുന്നത്. എന്നാൽ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഇതുവരെ അതിനുള്ള എവിടേക്കാണ് പോയതെന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിനും വ്യക്തതയില്ല. കാരണം നഗരപ്രദേശങ്ങളിലും ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലും പോകാൻ സാധ്യതയുള്ള, ഈ പ്രതി പോകാൻ സാധ്യതയുള്ള പലയിടങ്ങൾ, അവിടങ്ങളിലെല്ലാം പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നേയില്ല. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം നടക്കുന്നത്. പാങ്ങോടിന് സമീപത്ത് വെച്ചാണ് പോലീസിന് കുത്തേറ്റിക്കുന്നത്. രാത്രി 10 മണിയോടുകൂടി മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നു എന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് അവിടെ എത്തുന്നത്. പോലീസ് അവിടെ എത്തി അതിനുശേഷം ഈ പ്രതിയുമായി, ശ്രീജിത്ത് ഉണ്ണി എന്നാണ് പ്രതിയുടെ പേര്, ഗുണ്ടാ നേതാവ് കൂടിയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹവുമായി വളരെ നേരം മൽപ്പിടുത്തം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസിന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ മദ്യപിച്ച് ബഹളം വയ്ക്കുന്ന ഈ പ്രതിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥനായ സുധീഷ്, അദ്ദേഹം പൂജപ്പുര സ്റ്റേഷനിലെ SI കൂടിയാണ്, അദ്ദേഹത്തിന് കുത്തേൽക്കുന്നത്, വയറിന് കുത്തേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. പരിക്കേറ്റ ഉടൻ തന്നെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതിനിടയിൽ പ്രതി ഓടി രക്ഷപ്പെടുകയാണ്. ഓടി രക്ഷപ്പെട്ടതിന് ശേഷം ഇത്രയും ദിവസങ്ങൾ പിന്നിടുമ്പോഴും പോലീസിന് അതിനെ കണ്ടെത്തുവാനോ പിടിക്കുവാനോ സാധിക്കുന്നില്ല എന്ന് തന്നെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. നമുക്ക് പോലീസിന്റെ കാര്യക്ഷമത എത്രത്തോളം ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആക്ഷേപങ്ങളായി പലരും ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സംഭവത്തിൽ ഇതുവരെ ഈ പോലീസിന് ഈ ശ്രീജിത്ത് ഉണ്ണി എന്ന പ്രതിയെ, ഗുണ്ടാ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല കേസിൽ ഒരു ഉദ്യോഗസ്ഥനെയാണ് ഈ കുത്തി പരിക്കേൽപ്പിച്ചതെന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അങ്ങനെ ഒരു സംഭവത്തിലാണ് പ്രതിയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യം പോലീസിനുണ്ടാവുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ആ ഓഫീസിന് ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ ആണ് ഈ പൂജപ്പുര പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല തിരുവനന്തപുരത്താണ്, നഗരപ്രദേശമാണ്, തന്ത്രപ്രധാനമായ സ്ഥലം, തലസ്ഥാന നഗരിയാണൊക്കെ എന്നൊക്കെ ഇരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച ആളെ പോലും പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ല എന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. രോഹിണി. ശരി പ്രശാന്ത്, SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് പ്രതി
കുത്തിയത്. എന്നിട്ട് പോലും ഇതുവരെ പോലീസിന് ഈ ഗുണ്ടാ നേതാവായ ശ്രീജിത്ത് ഉണ്ണിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീജിത്ത് ഉണ്ണി ഒളിവിൽ എന്നാണ് സൂചന. ഈ മാസം 27-ാം തീയതി രാത്രിയിലായിരുന്നു SIക്ക് കുത്തേറ്റത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.